കുറച്ച് കടുക് ഇടണം. അതിൽ കുറച്ച് കടുക് ഇട്ടു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ കുറച്ച് കടുക് ഇട്ട് ഇനി അത് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ഇട്ടു. ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടു, പച്ചമുളക്, വേപ്പില ഉണ്ടോ, എന്നിട്ടൊന്ന് നന്നായി താളിക്കുക. രണ്ട് വറ്റൽമുളക് ഇടാം. ഞാനെന്താ വെച്ചാൽ ഈ വറ്റൽമുളക് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് നാളെടുത്താൽ പിന്നെ അത് എടുക്കില്ല, അപ്പോൾ ചീത്തയാവും. അതുകൊണ്ട് കുറച്ച് പിന്നാക്കാണ് വറ്റൽമുളക്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല രുചിയാണ്. അത് അതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് ഇപ്പം ഞാനൊരു 5ാമത്തെ പ്രാവശ്യം ഇത് ഉണ്ടാക്കുന്നത് കറി. അത്രയ്ക്ക് രസമാണിത്. ഇതും പിന്നെ വേണമെങ്കിൽ ഒരു 2 പപ്പടമോ അല്ലെങ്കിൽ ഒരു അച്ചാറോ മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാം, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ ഏതെങ്കിലും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞ് അതിൽ കടുക് പൊട്ടിച്ച് പിന്നെ അതിൽ സബോള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വേപ്പില, വേണമെങ്കിൽ ചെറുള്ളിയും കുറച്ചിടാം. സബോള ഉള്ളത് കൊണ്ട് പിന്നെ ചെറുള്ളിയും കൂടി ഇട്ടാൽ മധുരമായിരിക്കും, അപ്പം അതിടുന്നില്ല. ഇതൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റുക. വഴന്ന് വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ അതിലിടുക കേട്ടോ. അപ്പോൾ വേഗം വഴന്ന് വരും. അതിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയിട്ട് കുറച്ചും കൂടെ നേരം വഴന്ന് വരണം. വഴന്ന് വരുമ്പോൾ എന്താ വെച്ചാൽ ഈ നാളികേരം അരച്ചതുണ്ടല്ലോ, ഈ നാളികേരം അരച്ച അതിൽ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടു. ഈ നാളികേരം അരച്ചത് അതിൽ ഒഴിക്കുക. നാളികേരം അരച്ചത് അതിലൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കറി കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. ഒന്ന് തിളച്ച് വരുമ്പോൾ കണ്ടോ, ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മളിവിടെ തൈര് കലക്കി വെച്ചിട്ടുണ്ട്. അധികം പുളി വേണ്ട കേട്ടോ, അധികം പുളിയില്ലാത്ത തൈരാണ് ടേസ്റ്റ്. അപ്പോൾ ആ പുളിയില്ലാത്ത തൈര് ഇങ്ങനെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ആ പുളിയില്ലാത്ത തൈര് ഉടച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കണ്ടോ, ആ തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നല്ല സോഫ്റ്റായിട്ട് ഇളക്കുക. നല്ല ഭംഗി കറി കാണാനും ടേസ്റ്റാണ്, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ അതിലും കുറച്ച് ഉപ്പിട്ടു തൈരിൽ. പിന്നെ ആ സബോളയിൽ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുണ്ട്, കാണാൻ നല്ല രസമാണ്. ഇനി കുറച്ച് നേരം ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
കുറേ പേർക്കൊക്കെ അറിയാം, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ കറി. അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് എനിക്കിത് വീണ്ടും ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മോര്, തൈര്, നല്ല കട്ടൊക്കെ ഉടച്ച് നല്ല തൈര് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അതിൻ്റെ ഭംഗിയുണ്ട്. എന്നാൽ ഒന്നും കൂടെ ചൂടാകുമ്പോൾ നമുക്കറിയാമല്ലോ തൈര് അധികം കുളിക്കാൻ പാടില്ല, അധികം ചൂടാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഇളക്കി അത് കഴിഞ്ഞതിന് ശേഷം അത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. കാണാൻ നല്ല രസമാണ്, രുചി അതിലേറെയാണ് ഇതിൻ്റെ ഈ കറിയുടെ കൂടെ ഒരു പപ്പടം കൂടി ആയ ചോറ് അസലായിട്ട് ചോറ് കഴിക്കാം.